ദൈവതിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച ഞാൻ എബൈഡ് ഇൻ ജീസസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചപ്പോൾ ബെഥനിയയിൽ താമസിക്കുന്ന മാർത്തയും മേരിയും ഇവരെപ്പറ്റി സംസാരിച്ചായിരുന്നു. മേരി നല്ലതിനെ തിരഞ്ഞെടുത്തു. യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിലിരുന്ന് യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ടു. ഷി വാസ് എബൈഡിങ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. അതിനെപ്പറ്റി സംസാരിച്ചു. ഈ വിഷയം സംസാരിച്ചപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പലരും ഈ മാർത്തയുടെയും മേരിയുടെയും കാര്യം ഒന്ന് രണ്ട് വിഷയങ്ങൾ എടുത്ത് സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാൻ വിചാരിക്കുന്നത് ആ ഭാഗം ഒന്ന് വായിച്ച് അതിനകത്തുണ്ടാകുന്ന ഒന്ന് രണ്ട് ചിന്ത നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ആലോചിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ്. ഞാനൊന്ന് വായിക്കാം. അവർ വഴിയെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവരുടെ ഭവനത്തിൽ തന്നെ സ്വീകരിച്ചു. അവർക്ക് മറിയാം എന്നു പേരുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ വന്ന് നമ്മുടെ കർത്താവിൻ്റെ പാദാന്തികം ഇരുന്ന് തൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. മാർത്തയാകട്ടെ പലവിധ ശുശ്രൂഷയിൽ വ്യാപൃതയായിരുന്നു. അവൾ വന്ന് തന്നോട്, എൻ്റെ കർത്താവേ, എൻ്റെ സഹോദരി എന്നെ തനിച്ച് ശുശ്രൂഷയ്ക്കായി വിട്ടിരിക്കുന്നതിൽ അങ്ങേക്ക് കരുതലില്ലയോ? അവൾ എന്നെ സഹായിക്കാൻ പറയണമേ എന്ന് പറഞ്ഞു. യേശു ഉത്തരമായി അവളോട്, മാർത്തയെ മാർത്തയെ, നീ അനേക കാര്യങ്ങളെക്കുറിച്ച് കരുതുകയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആവശ്യമായുള്ളത് ഒന്ന് മാത്രം. മറിയാം ആ നല്ല ഓഹരി അവൾക്കായി തിരഞ്ഞെടുത്തു. അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞു. ഇതാണ് വേദഭാഗം. ഇതിനകത്ത് നമുക്ക് മനസ്സിലാകുന്നത് മാർത്തയുടെ ഭവനത്തിൽ സ്വീകരിച്ചു. ഒരുപക്ഷെ മാർത്തയായിരിക്കണം മൂത്ത വ്യക്തി. നമ്മളിതിൻ്റെ പശ്ചാത്തലം പഠിക്കുന്നുണ്ടേ അറിയാം. ബെഥനിയയിൽ താമസിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവർ ലാസറസിൻ്റെ 2 സഹോദരിമാർ മാർത്തയും മറിയയും. ഇത് ലാസറിൻ്റെ ഭവനമാണ്. മാർത്തയും മറിയയും യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവർ അടുത്ത സുഹൃത്തുക്കളാണ്. ഇവിടെ സംഭവിക്കുന്നത്, മാർത്ത വീട്ടിലെ കാര്യങ്ങൾ, ഭവനത്തിലെ കാര്യങ്ങൾ നോക്കുന്നു. ഒരുപക്ഷെ ഇച്ചിരി ഔട്ട് ഗോയിങ് ആയിട്ടുള്ളതും പ്രാക്ടിക്കലായിട്ടുള്ള വ്യക്തിയുമായിരിക്കും. പക്ഷേ മറിയ യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിലിരുന്ന് വചനം ശ്രവിക്കുന്നു. ഇതിനകത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ 2 ആർഗ്യുമെൻ്റ് കേട്ടിട്ടുണ്ട്. ഒന്നാമത്തെ ആർഗ്യുമെൻ്റ്, മറിയ ജോലി ചെയ്യാതെ ജോലിയിൽ നിന്ന് രക്ഷപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിലിരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. അതൊരു എസ്കേപ്പിസമാണ്. ജോലിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു തന്ത്രമായിട്ട് അവൾ ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻ്റ്. അപ്പോഴാണ് മാർത്ത വന്നിട്ട് പറയുന്നു, ഇങ്ങനെ രക്ഷപ്പെട്ടിരിക്കാൻ പറ്റില്ല, ഇവളെ എണ്ണിപ്പിച്ച് വിടണം എന്ന് യേശുക്രിസ്തുവിൻ്റെ അടുത്ത് പറയുന്നു. ആ ഒരു ആർഗ്യുമെൻ്റ് ഒന്ന്. രണ്ടാമത്തെ ആർഗ്യുമെൻ്റ്, ഒരു ഭവനം അല്ലെങ്കിൽ ഒരു പള്ളിയാണെങ്കിൽ തന്നെ അവിടെ മാർത്തമാരും മറിയമാരും വേണം. ഇല്ല എങ്കിൽ കാര്യങ്ങൾ നടക്കില്ല. എപ്പോഴും വചനം കേട്ടുകൊണ്ടിരുന്നുകൊണ്ട് മാത്രം ചെയ്തു കഴിഞ്ഞാൽ വീട്ടിലെ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇതൊരു വൈദികൻ്റെ പ്രസംഗത്തിൽ നിന്ന് ഞാൻ കേട്ടതാണ്, പള്ളിയിലെ കാര്യങ്ങൾ നടക്കില്ല. അതുകൊണ്ട് പള്ളിയിലെ കാര്യങ്ങൾ ചെയ്യാനും വചനം കേൾക്കാനും നമുക്ക് സ്ത്രീകളെ അല്ലെങ്കിൽ ജനങ്ങളെ വേണം. അപ്പം മാർത്തമാരും മറിയമാരും വേണം എന്നുള്ള ഒരു ആർഗ്യുമെൻ്റ്. ഈ 2 ആർഗ്യുമെൻറ്റും എൻ്റെ വീക്ഷണത്തിൽ ഇതെല്ലാം ഞാൻ ആ സമയത്ത് കേട്ട സമയത്ത് ഞാൻ എഗ്രി ചെയ്തതാണ്. പക്ഷേ പിന്നീട് എൻ്റെ പഠനത്തിൽ നിന്നും ദൈവവുമായിട്ടുള്ള മനസ്സിലാക്കാനുള്ള ശ്രമത്തിൽ നിന്നും എൻ്റെ എളിയ ബോധ്യം ഇതാണ്. ഈ 2 ആർഗ്യുമെൻറ്റും യേശുക്രിസ്തു പറഞ്ഞ് ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ വെള്ളം ചേർക്കുന്ന ഇടപാടാണ്. യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ദൈവവചനമാണ്, ബാക്കിയെല്ലാം സെക്കൻഡറിയാണ്. ഇതാണ് യേശുക്രിസ്തു അവിടെ അർത്ഥമാക്കിയത്. യേശുക്രിസ്തുവിൻ്റെ ലോകത്തിൽ ഇൻകാർണേഷൻ, മനുഷ്യാവതരണം നടത്തിയതിൻ്റെ പ്രധാന ഉദ്ദേശം മനുഷ്യരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക, നിത്യജീവൻ നൽകുക എന്നുള്ള ഒറ്റ ഉദ്ദേശമായിരുന്നു. ഒരിക്കലും ഭക്ഷണം കഴിച്ച് ഇവിടെ ജീവിക്കുക എന്നുള്ളതായിരുന്നില്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തു ഒരു ഭവനത്തിൽ വരുന്നുണ്ടെങ്കിൽ അവിടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം നിത്യജീവനെ പറ്റിയുള്ള സന്ദേശമാണ്.
അത് ശ്രമിച്ചുകൊണ്ടിരുന്നത് മറിയാമാണ്. അതുകൊണ്ട് തന്നെയാണ് യേശു പറഞ്ഞത് നല്ല ഓഹരി തിരഞ്ഞെടുത്തത് മറിയാമാണ് എന്ന് പറഞ്ഞത്. യേശുക്രിസ്തുവിൻ്റെ മുന്നേ ഉള്ള സംസാരങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത്, അതായത് 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം സാത്താൻ പരീക്ഷിക്കാൻ വരുന്നുണ്ട്. സാത്താൻ്റെ അടുക്ക് പറയുന്നത്, മാൻ ഷാൽ നോട്ട് ലീവ് ബൈ ബ്രെഡ് എലോൺ ബട്ട് ബൈ ദ വേർഡ്സ് ദാറ്റ് കം ഔട്ട് ഓഫ് ദ മൗത്ത് ഓഫ് ദ ലോർഡ്. വചനത്തിൽ കൂടെയാണ് ആത്മീയ വളർച്ച നേടേണ്ടത്. അതാണ് പ്രയോറിറ്റി. ഈ ഭക്ഷണം അപ്പം കൊണ്ട് മാത്രമല്ല നമ്മൾ ജീവിക്കുന്നത്, സ്പിരിച്വൽ നറിഷ്മെൻറ്റ് നമുക്ക് ആവശ്യമാണ്. അങ്ങനെ വചനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി അവിടെ പറയുന്നു. പിന്നീട് യേശുക്രിസ്തു പറഞ്ഞു, സീക്ക് ഈ ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ്, എവറിത്തിങ് എൽസ് വുഡ് ബി ആഡഡ് അൺ ടു യു. ആദ്യമേ നമ്മൾ ദൈവത്തിൻ്റെ കിങ്ഡമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ബാക്കിയുള്ളതെല്ലാം ദൈവം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ മറിയാം ചെയ്തതാണ് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ വചനം ശ്രവിക്കുക. സീക്ക് യു ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ്. കിങ്ഡം ഓഫ് ഗോഡ് എന്താണെന്ന് യേശുക്രിസ്തു പറയുന്നുടനെ അത് ശ്രവിക്കുക. അതാണ് ചെയ്യേണ്ടത്. പിന്നീട് നമ്മൾ യേശുക്രിസ്തു മാർത്ത വന്ന് കംപ്ലൈൻറ്റ് പറയുന്നുടനെ യേശുക്രിസ്തു മാർത്തയെ വിളിക്കുന്നത് എന്നെ വളരെയധികം ടച്ച് ചെയ്ത ഒരു ഭാഗമാണ്. യേശുക്രിസ്തു മാർത്തയെ 2 പ്രാവശ്യം ആവർത്തിച്ച് വിളിക്കും, മാർത്തയെ മാർത്തയെ. എന്താ അങ്ങനെ പറയുന്നത്? മാർത്തയും മറിയയും വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അവർക്ക് വിശ്വാസ പൂർണ്ണതയോ അല്ലെങ്കിൽ വലിയ ആഴമുള്ള വിശ്വാസമൊന്നുമില്ല. അപ്പോൾ തൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് വളരെ വിതുമ്പിക്കൊണ്ടായിരിക്കണം യേശുക്രിസ്തു വിളിക്കുന്നത്, മാർത്തയെ മാർത്തയെ. ശരിക്കും നല്ല കാര്യം ചെയ്യേണ്ടത് ഇതാണ്. ഭക്ഷണമല്ല അല്ലെങ്കിൽ വീടൊരുക്കുന്നതല്ല പ്രധാന കാര്യം. അതൊക്കെ ആവശ്യമാണെങ്കിൽ പോലും അത് സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ്. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് നീ എൻ്റെ അടുക്കൽ വന്നിരുന്നത് ഞാൻ പറയുന്നത് ശ്രവിക്കുക. വളരെ വിഷമത്തോടു കൂടിയായിരിക്കണം യേശുക്രിസ്തു അവിടെ പറയുന്നത്. കാര്യം നല്ല സുഹൃത്തുക്കളാണ്. സ്വർഗരാജ്യത്ത് ചെല്ലുന്ന പറഞ്ഞ യേശുക്രിസ്തുവിന് വളരെയധികം ആഗ്രഹം കാണും. ലാസറസും മാർത്തയും മറിയയും യേശുക്രിസ്തുവിനോടൊപ്പം ജീവിക്കുവാനായിട്ട്, നിത്യതയിൽ ജീവിക്കുവാനായിട്ട് ആഗ്രഹം കാണും. അപ്പോൾ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് പറയുകയാണ്, മാർത്തയെ മാർത്തയെ, നല്ല ഓഹരി തിരഞ്ഞെടുത്തിരിക്കുന്നത് നിൻ്റെ സഹോദരിയാണ്, നീ അതൊക്കെ അവിടെ ഇട്ടേച്ച് നീങ്ങുക എന്നാണ് ആഹ്വാനം ചെയ്യുന്നത്. ഈ ഭാഗം വായിക്കുന്നതിന് എനിക്ക് വളരെ വിഷമത്തോടെ ഓർക്കുന്ന മറ്റൊരു വ്യക്തിയാണ് നിക്കോദിമോസ്. നിക്കോദിമോസ് ഒരു പരീശനായിരുന്നു, ശാസ്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് പരസ്യമായിട്ട് പകൽ വന്ന് യേശുക്രിസ്തുവിൻ്റെ അടുത്ത് സംസാരിക്കുവാൻ വരാത്തത് കൊണ്ട് മറ്റുള്ള ജനങ്ങളുടെ മുന്നിൽ ഒരു പരീശൻ ഒരിക്കലും യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന്, അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വരുന്നത് ശരിയല്ലാത്തതുകൊണ്ട് അദ്ദേഹം രാത്രിയിൽ വന്ന് യേശുക്രിസ്തുവുമായിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഹീസ് എ സീക്രട്ട് ഡിസൈപ്പിൾ. യേശുക്രിസ്തു വളരെയധികം ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രാവശ്യം നിക്കോദിമോസിൻ്റെ അടുത്ത് സംസാരിച്ചു. എന്നിട്ടും നിക്കോദിമോസ് യേശുക്രിസ്തുവിനെ പിന്തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം ശവശരീരം സ്വീകരിക്കുവാനായിട്ട് വരുന്നുണ്ട്. യേശുക്രിസ്തു നിക്കോദിമോസിൻ്റെ അടുക്കലും വളരെയധികം ആഗ്രഹിച്ചു കാണും നിക്കോദിമോസ് നിത്യതയിൽ യേശുക്രിസ്തുവുമായിട്ട് വസിക്കുവാനായിട്ട്. പക്ഷെങ്കിൽ നമുക്കറിയില്ല, വേദപുസ്തകം അത് കൃത്യമായിട്ട് പറയുന്നുമില്ല, നിക്കോദിമോസ് ശരിക്കും മനം തിരിഞ്ഞ് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഈ ഒരു വേദഭാഗത്തിൽ നിന്ന് നമുക്ക് തരുന്ന ഒരു സന്ദേശം, യേശുക്രിസ്തുവിൻ്റെ വചനമാണ് അന്വേഷിക്കേണ്ടത്, മറ്റെല്ലാം സെക്കൻഡറിയാണ്. ഈ പറയുന്നത് പോലെ പള്ളിയിലെ 100 കൂട്ടം കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് അത് വേറൊരു കാര്യം. ആ നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാർ വചനം ശ്രദ്ധിക്കുന്നുണ്ടോ, വചനം മനസ്സിലാക്കുന്നുണ്ടോ, അതാണ് നമ്മൾ ആദ്യമേ നോക്കേണ്ടത്. അപ്പോൾ വചനത്തിൽ നമ്മൾ ജീവിക്കുന്നില്ല, വചനം നമ്മൾ ശ്രവിക്കുന്നില്ല, വചനം മനസ്സിലാക്കി ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ നടപ്പാക്കുന്നില്ല എങ്കിൽ ഈ ചെയ്യുന്നതെല്ലാം വെറുതെയാണ്. മാർത്തയും മറിയയും ഇതിന് ശേഷമാണ് ലാസറസ് മരിക്കുന്നതും അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു ആഴം നമുക്ക് അളക്കാനായിട്ടുള്ള ഒരു സന്ദർഭമാണത്. ലാസറസ് മരിക്കും, യേശുക്രിസ്തു 3 ദിവസം കഴിഞ്ഞിട്ടാണ്, 4 ദിവസം കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നുണ്ടെന്ന് പറയും, നീ സഹോദരൻ മരിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും മരിക്കില്ലായിരുന്നു എന്ന് പറയുന്നു. ഇഫ് യു ആർ ഹിയർ ലാസറസ് വുഡൻ ഹാവ് ഡൈഡ്. അപ്പം അവർ വിശ്വസിക്കുന്നത് യേശുക്രിസ്തു ഫിസിക്കലി അവിടെ ഇല്ല എങ്കിൽ ദൈവം അവരുടെ കൂടെ ഇല്ല എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം
ആ സമയത്ത് അവർക്ക് ഇത്രയും റെവലേഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഫിസിക്കലി യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യമില്ല എങ്കിലും ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നറിയാം. അപ്പോൾ ഇവർ ഒരു ജേർണിയിലാണ്, നമ്മളെ കൂട്ട് തന്നെ മാർത്തയും മറിയയും വിശ്വാസത്തിൻ്റെ ഒരു ജേർണിയിലാണ്. ആ ജേർണിയിലാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ശരിക്കും ദൈവവചനം ശ്രവിക്കുന്നതാണ് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രയോറിറ്റി. എല്ലാവർക്കും ദൈവവചനം ശരിക്കും ശ്രവിക്കുവാനും ദൈവവുമായിട്ട് സംസാരിക്കുവാനും വചനത്തിനകത്തെ ആ അർത്ഥങ്ങൾ, ഡീപ്പർ മീനിങ് നമുക്ക് മനസ്സിലാക്കി തരുവാനായിട്ട് സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളോടൊക്കെ സംസാരിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു.